الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها النبي إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. صدق الله. അനുഗ്രഹീതമാണ് ഈ സംഗമം. പരിശുദ്ധ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭിവന്യ പരമ്പരകളുടെ സാന്നിധ്യമുള്ള മണ്ണിലാണ് നമ്മൾ ഈ ഒരുമിച്ച് കൂടുന്നത്. നമ്മുടെ മനസ്സിന്റെ മാണിക്യക്കൊട്ടാരത്തിലെ രാജകുമാരനെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകീർത്തനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന മജ്ലിസാണിത്, മുബാറക്കായ മജ്ലിസാണിത്. തന്റെ സ്വതസിദ്ധമായ സ്വനവേടകം കൊണ്ട് മുസ്ലിം കൈരളിയുടെ ഹൃദയങ്ങളിൽ ഇറങ്ങിയ അഭിവന്ദനായ ബാക്കവിയുടെ പ്രഭാഷണം നടക്കാനിരിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വിശുദ്ധ നാമധേയത്തിൽ ഇവിടെ കൂടിയ സകല മുഅ്മിനീങ്ങളുടെയും അഭിവന്യ നായകന്മാരുടെയും എല്ലാ സമ്മതത്തോടെയും കൂടി സവിനയം ഈ വേദി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. ആരാണ് പരിശുദ്ധ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം? നമ്മുടെ പ്രഭാഷണങ്ങളിൽ, നമ്മുടെ ലേഖനങ്ങളിൽ, നമ്മുടെ സംഭാഷണങ്ങളിൽ, നമ്മുടെ വിലയിരുത്തലുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രവാചകനുണ്ട്. പക്ഷെ ആ പ്രവാചകൻ നമ്മൾ മനസ്സിലാക്കാതെ പോയ ബാത്വിനി വ്യക്തിത്വമുള്ള ഒരു പ്രവാചകൻ കൂടിയാണ്. പുണ്യനബി സത്യസന്ധനായ കച്ചവടക്കാരനാണ്, നീതിമാനായ ഭരണാധികാരിയാണ്, ഉജ്ജ്വലനായ സമരനായകനാണ്. ഇങ്ങനെ പ്രകീർത്തനങ്ങളുടെ സവിശേഷതകളുടെ ഒരുപാട് അലങ്കാരങ്ങൾ പുണ്യനബിയുടെ മുകളിൽ നമ്മൾ ചാർത്തപ്പെടുമ്പോൾ അമുസ്ലിങ്ങളായ എത്രയോ ആളുകളുടെ ഉത്തരണികൾ പുണ്യനബിയുടെ മഹത്വത്തിന് മകുടം ചാർത്താൻ വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ നമ്മൾ അറിയാതെ പോകുന്ന ഒന്നാണ് ഹബീബിന്റെ ബാത്വിനിയായ വ്യക്തിത്വം. പുണ്യനബിക്ക് രണ്ട് വ്യക്തിത്വമുണ്ട്, ഒന്ന് ലാഹിറായ വ്യക്തിത്വം, ഒന്ന് ബാത്വിനിയായ വ്യക്തിത്വം. പുറമെ മാത്രം മനസ്സിലാക്കിയാൽ ആദരവായ റസൂലുള്ള ആരാണെന്നറിയാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, അന മിൻ നൂരില്ലാഹ് വകുല്ലു ശൈഇൻ മിൻ നൂരി. ഞാൻ അല്ലാഹുവിന്റെ നൂറാണ്, ഞാൻ അല്ലാഹുവിന്റെ പ്രകാശമാണ്. വകുല്ലു ശൈഇൻ മിൻ നൂരി. സൂര്യചന്ദ്ര നക്ഷത്ര ഗോള താരപദങ്ങളും മാമലകളും സമതലങ്ങളും ആറുകളും പുഴകളും ജലാശയങ്ങളും ഈ ബ്രഹ്മാണ്ഡ കടാഹം മുഴുവൻ മിൻ നൂരി, എന്റെ നൂറിൽ നിന്നാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി. അപ്പോൾ ഒരു മനുഷ്യന്റെ അസ്തിത്വത്തിന്റെ സബബാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നേരത്തെ ഇവിടെ സ്വാഗത ഭാഷണത്തിൽ അസ്ലമി ഉസ്താദ് അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, പുണ്യനബി മനുഷ്യന്റെ മാത്രമല്ല ഈ പ്രപഞ്ചത്തിന്റെ അസ്തിത്വത്തിന്റെ സബബാണ്.
അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ വേണ്ടി ഖുർആനിൽ പറഞ്ഞത് നൂർ എന്ന വാക്കുകൊണ്ടാണ്. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർള് മസലു നൂരിഹി കമിശ്കാത്തിൻ ഫീഹാ മിസ്ബാഹ്. അല്ലാഹു ആകാശഭൂമികളുടെ വെളിച്ചമാണ്, നൂറാണ് എന്നാണ് പറഞ്ഞത്. പുണ്യനബിയെ പരിചയപ്പെടുത്തുമ്പോഴും അല്ലാഹു വെളിച്ചത്തോടാണ് പ്രവാചകനെ ഉപമിക്കുന്നത്. യാ അയ്യുഹൻ നബി, ഏ നബിയായവരെ, ഇന്നാ അർസൽനാക, അങ്ങയെ നാം നിയോഗിച്ചിട്ടുള്ളത്, ഷാഹിദ, സാക്ഷിയായിട്ടാണ്, വമുബശ്ശിറാ, സ്വർഗത്തെ കുറിച്ച് സന്തോഷവാർത്ത അറിയിക്കുന്നവനായിട്ടാണ്, വനദീറാ, നരകത്തെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നവനുമായിട്ടാണ്, വദാഇയൻ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവരായിട്ടാണ്, ബിഇദ്നിഹി, അള്ളാഹുവിന്റെ ഇതിനോടുകൂടി അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ആളായിട്ടാണ്. ഇതൊക്കെ പുണ്യനബിയുടെ സവിശേഷതകളായി അള്ളാഹു മൗലൂദ് ഓതുകയാണ്, അള്ളാഹു പ്രകീർത്തിക്കുകയാണ്, അള്ളാഹു മദ്ഹ് പറയുകയാണ്. അപ്പോൾ മനുഷ്യർ മാത്രമല്ല മദ്ഹ് പറയുന്നത്, അള്ളാഹു തന്നെ മദ്ഹ് പറയുന്നുണ്ട്. അവസാനം പറഞ്ഞത് ഇങ്ങനെയാണ്, വസിറാജം മുനീറാ, വസിറാജം മുനീറാ, വസിറാജം മുനീറാ, അങ്ങ് ജ്വലിക്കുന്ന വിളക്കാണ് നബിയേ, ജാജ്വല്യമാർന്ന ഭദ്രദീപം എന്നാണ് എന്റെ ആത്മഗുരു അതിനർത്ഥം പറഞ്ഞത്. ജ്വലിക്കുന്ന വിളക്കാണ് നബിയെ, കാലാതിവർത്തിയായ പ്രകാശ് വിളക്കാണ് നബിയെ. അങ്ങ് ആരുടെ വായ കൊണ്ട് ഊതിക്കൊടുത്താൻ ശ്രമിച്ചാലും ഏതു കൊടുങ്കാറ്റിലും അണഞ്ഞു പോകാതെ കാലങ്ങളോളം കടന്നു പോകുന്ന വിളക്കാണ് നബിയെ. സിറാജ് എന്നാണ് പ്രയോഗിച്ചത്, വിളക്ക്, വെളിച്ചത്തിന്റെ പ്രതീകമാണ് വിളക്ക് എന്ന് പറയുന്നത്. ഞാനധികം ദീർഘിപ്പിച്ച് പറയുന്നില്ല, എന്നോട് 20 മിനിറ്റ് പറയാനാ പറഞ്ഞത്, 20 മിനിറ്റായ ഞാൻ നിർത്തും. വെളിച്ചത്തിന്റെ പ്രതീകമാണ് വിളക്ക്. അപ്പോൾ അള്ളാഹു നൂറാണ്, മുത്തുനബിയും വെളിച്ചമാണ്. അള്ളാഹു വെളിച്ചമാണ്, മുത്തുനബിയും വെളിച്ചമാണ്. ഖുർആനിലെ പല ആയത്തുകളുടെയും വിശദീകരണങ്ങളിൽ ഖുർആനിനെ ആത്മചിന്താപരമായി വിശദീകരിച്ച ആളുകളൊക്കെ പല ആയത്തുകളിലും വെളിച്ചമെന്ന് പറഞ്ഞതൊക്കെ മുത്തുനബിയെ കുറിച്ചാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യുഖ്രിജുകും മിനൽ-ളുലുമാതി ഇലൻ-നൂർ വൻ-നജ്മി ഇദാ ഹവാ യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹ്. ഇങ്ങനെ പല ആയത്തുകളിൽ പറഞ്ഞ വെളിച്ചം മുത്തുനബിയെ കുറിച്ചാണെന്ന് രേഖപ്പെടുത്തിയ ആളുകളുണ്ട്. അപ്പോൾ പുണ്യനബി വെളിച്ചമാണ്, അള്ളാഹുവും വെളിച്ചമാണ്. നിങ്ങൾക്ക് കിട്ടിയ നോട്ടീസിന്റെ തുടക്കത്തിലെ ആമുഖം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അതിലിങ്ങനെ എഴുതിയിട്ടുണ്ട്, ആദം നബി അലൈഹിസ്സലാമയെ സൃഷ്ടിക്കുന്നതിന് 2000 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലിയിരുന്ന ഒരു പ്രകാശമായിരുന്നു ഞാൻ. അതൊരു ഹദീസാണ്. കുന്തു നൂറാ കുന്തു നൂറാ കുന്തു നൂറാ, ഞാനൊരു പ്രകാശമായിരുന്നു, ഞാനൊരു വെളിച്ചമായിരുന്നു. بين يدي الله عز وجل قبل أن يخلق آدم عليه السلام ب2000 عام.
മനുഷ്യവംശത്തിന്റെ പിതാവായ പ്രഥമ മനുഷ്യനായ പ്രഥമ പ്രവാചകനുമായ ആദം നബി അലൈഹിസ്സലാമയെ പടയ്ക്കുന്നതിന് 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാനൊരു വെളിച്ചമായിരുന്നു അല്ലാഹുവിന്റെ അരികിൽ. ഫലമ്മാ ഖലഖല്ലാഹു തആല ആദം അലൈഹിസ്സലാം അൽഖാ ദാലികൻ നൂർ ഫീ തീനതിഹി. അല്ലാഹു ആദം നബിയെ പടയ്ക്കാൻ ഉദ്ദേശിച്ചപ്പോൾ എന്റെ നൂറാനിയത്തിന്, എന്റെ പ്രകാശത്തെ ആദമിനെ പടയ്ക്കാൻ ഉപയോഗിച്ച കളിമണ്ണിന്റെ സത്തയിലേക്ക് സന്നിവേശിപ്പിച്ചു. അങ്ങനെ ഫീ സുൽബി ആദമ ഇലൽ അർള്, അങ്ങനെ ഞാൻ ആദം നബിയുടെ ജീനിലായിട്ട്, ആദം നബിയുടെ മുതുകിലായിട്ട് പ്രപഞ്ചത്തിലേക്ക് വരികയാണെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ, ഇത് ഇസ്ലാമിക പ്രവാചക മഹബത്തിന്റെ ബേസ് ആണ്, ഇതിന്റെ അടിസ്ഥാനമാണ്. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നിട്ടാണ് ആരാണ് പുണ്യനബി എന്ന് നമ്മൾ അറിയേണ്ടത്. അല്ലാതെ ഫിലിപ്പ് കെ പറഞ്ഞു ദി ഹിസ്റ്ററി ഓഫ് അറബ് എന്ന ഗ്രന്ഥത്തിൽ വിത്തൗട്ട് എ പാലസ്, വിത്തൗട്ട് എ ബോഡി ഗാർഡ്, വിത്തൗട്ട് സ്റ്റാൻഡിംഗ് ആർമി, വിത്തൗട്ട് എ ഫിക്സഡ് ഡിപ്പോസിറ്റ്, ഇറ്റ്സ് എ മുഹമ്മദ്, പ്രൊഫറ്റ് മുഹമ്മദ് ഇസ് ഓൺലി വൺ പവർഫുൾ മാൻ ഇൻ വേൾഡ് ഹിസ്റ്ററി ആൻഡ് ലെജൻഡ് ഓഫ് വേൾഡ് ഹിസ്റ്ററി. എന്നിട്ട് നമ്മൾ പറയാ, കണ്ടോ ഫിലിപ്പ് കെ അള്ളാന്റെ റസൂലിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് എന്താ അയാൾ മുസ്ലിം ആകായിരുന്നത് നമ്മൾ ആലോചിച്ചില്ല. ഇങ്ങനെ പ്രവാചകനെ കുറിച്ച് മഹത്വം പറഞ്ഞ ആള് മുസ്ലിം ആയിട്ടില്ല. അപ്പോൾ അയാൾ കണ്ട നബി നൂറാനിയത്തിന്റെ പ്രവാചകനല്ല, അയാൾ കണ്ടത് ഭൗതിക സവിശേഷതകളുള്ള ചരിത്ര പുരുഷനെയാണ്. മൈക്കിൾ എച്ച് ഹാർട്ട്, ദി 100 ranking of the most influential person in history. 100 ആളുകളുടെ ഗ്രന്ഥത്തിൽ അള്ളാഹ് റസൂലിനെ ഒന്നാമത് എഴുതി. എന്നിട്ട് അത് നമ്മൾ എടുത്തിട്ട് അത് ഭയങ്കരമായി പറയാണ്, കണ്ടോ ഹബീബിനെ ഒന്നാമതായി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഭയങ്കര സന്തോഷമായി. എന്നിട്ട് എന്താ അയാൾ മുസ്ലിം ആയിട്ടില്ല? ഒരുപാട് വിശേഷങ്ങൾ അദ്ദേഹം അതിന്റെ ഇൻട്രൊഡക്ഷനിൽ പറയുന്നുണ്ട്. എന്തുകൊണ്ട് ഞാൻ എന്റെ പ്രവാചകനായ ജീസസ് ക്രൈസ്റ്റിനെ ഒന്നാമതായി എഴുതാതെ മുഹമ്മദ് പ്രവാചകനെ ഒന്നാമതായി എഴുതിയെന്ന്. എന്നിട്ട് നമ്മൾ അത് സന്തോഷപൂർവ്വം കൊണ്ടാടുകയാണ്. പക്ഷേ നമ്മൾ അറിയുന്നില്ല അതിന്റെ പിന്നിലൊരു അപകടം വരാനുണ്ട്. 99 ആളുകൾ ആരാ? മുത്തുനബിയുടെ കൂടെ പറഞ്ഞ ആളുകൾ ആരൊക്കെയാണ്? ഒന്ന് ബെനിറ്റോ മുസോളിനിയാണ്, ഒന്ന് അഡോൾഫ് ഹിറ്റ്ലറാണ്, ഒന്ന് ഗാന്ധിജിയാണ്, ഒന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിന്റെ മുടിചൂട മന്നനായ ബെർണാഡ് ഷോയാണ്, ഒന്ന് ലോക സാഹിത്യത്തിന്റെ മുകളിൽ കയറിയിരുന്ന വിക്ടർ ഹ്യൂഗോയാണ്, ഒന്ന് നെൽസൺ മണ്ടേലയാണ്. ഈ 99 ആളുകളിൽ ഒന്നാമനായി എണ്ണിയത് കൊണ്ട് എന്തിനാ സമുദായമേ നമ്മൾ ആഹ്ലാദം പ്രകടിപ്പിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂല് 100-ൽ ഒന്നാമനല്ല, 1000-ൽ ഒന്നാമനല്ല, 1,00,000-ൽ ഒന്നാമനല്ല, കോടിയിൽ ഒന്നാമനല്ല, ശതകോടിയിൽ ഒന്നാമനല്ല, സഹസ്രകോടിയിൽ ഒന്നാമനല്ല, ട്രില്യനിൽ ഒന്നാമനല്ല, ട്രില്യനിൽ ഒന്നാമനല്ല. സൂര്യചന്ദ്ര നക്ഷത്ര ഗോള താരപഥങ്ങൾ, മാമലകൾ, സമതലങ്ങൾ, ആറുകൾ, പുഴകൾ, ജലാശയങ്ങൾ, ഈ ബ്രഹ്മാണ്ഡ കുടാഹത്തിൽ മുഴുവനും ഒന്നാമനാണ്. അൽ ഇൻസാനുൽ കാമിലാണ് മുഹമ്മദ് മുസ്തഫ. പ്രപഞ്ചത്തിൽ ഒന്നാമനാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഇസ്ലാമിക വിശ്വാസത്തിന്റെയും മഹബത്തിന്റെയും ബേസാണ്. പ്രവാചകൻ നൂറാണെന്ന് ഹൃദയത്തിൽ കയറുമ്പോഴാണ് നമുക്ക് അല്ലാഹുവിന്റെ റസൂലിനോടൊരു വികാരം ഉണ്ടാവുകയുള്ളൂ, ഒരു പ്രേമം ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ കരുണ കാണിച്ച ഒരുപാട് ആളുകൾ ലോകത്ത് വന്നു പോയിട്ടുണ്ട്. റസൂലിന്റെ അത്രക്കൊന്നും വരില്ലെങ്കിൽ നീതി കാണിച്ച ഒരുപാട് ആളുകളുണ്ട്, വിനയം കാണിച്ച ആളുകളുണ്ട്. പക്ഷേ അതൊക്കെ ഹബീബിന്റെ ഭൗതികമായ മനുഷ്യ വിഭാഗത്തിൽ തന്നെ ഏറ്റവും മനോഹരമായ സവിശേഷതകളാണ്. പക്ഷേ ഇത് പ്രവാചകൻ ആർജിച്ചെടുത്തതല്ല, ഉണ്ടാക്കിയെടുത്തതല്ല. അത് ഹബീബിൽ വന്നു ചേരുന്നത് എങ്ങനെയാണ്? ഞാൻ അല്ലാഹുവിന്റെ നൂറാണ്, ഞാൻ അല്ലാഹുവിന്റെ വെളിച്ചമാണ്. ആ പ്രകാശത്തിന്റെ പ്രതീകമാണ്, അതിന്റെ ജാജല്യമാണ് ഹബീബിൽ കാണുന്ന ഈ സവിശേഷതകളല്ല. ഇങ്ങനെ പറയുമ്പോൾ മുത്തുനബി അല്ലാഹുവാണെന്നോ അല്ലാഹുവിന്റെ പുത്രനാണെന്നോ ദൈവികമായ പരിവേഷമുണ്ടെന്നോ ആരും തെറ്റിദ്ധരിക്കേണ്ട. മനുഷ്യനാണ്, മനുഷ്യനാണ്. പക്ഷേ അൽ ഇൻസാനുൽ കാമിലാണ്, സമ്പൂർണ്ണ മനുഷ്യനാണ്, പെർഫെക്റ്റ് മാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ അർത്ഥത്തിൽ ഹബീബിനെ പുതിയ തലമുറയുടെ മനസ്സിലേക്ക് നമ്മൾ കയറ്റി വെക്കണം. പ്രവാചകൻ ഒരു വെളിച്ചമാണ്,
അതുകൊണ്ടാണ് സിദ്ദീഖ് തങ്ങൾ കണ്ട മാത്രയിൽ ബോധം കെട്ടു വീണത്. അതുകൊണ്ടാണ് അള്ളാന്റെ റസൂൽ വാരിയെടുത്ത ചരൽക്കല്ലുകൾ തസ്ബീഹ് ചൊല്ലിയത്. അതുകൊണ്ടാണ് അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ വന്ന് പട്ടിണിക്കിട്ട ഉടമസ്ഥനെതിരെ ഒട്ടകം ആവലാതി പറഞ്ഞത്. അതുകൊണ്ടാണ് അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ വന്നിട്ട് മാൻപേടെ പരാതി പറഞ്ഞ് സാക്ഷിയാകാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ സൗർ ഗുഹയിൽ വെച്ച് പാമ്പ് സംസാരിച്ചത്. അതുകൊണ്ടാണ് അചേതനമായ ഈത്തപ്പനയുടെ മട്ടൽ അള്ളാന്റെ റസൂലിന്റെ പദപങ്കജം നഷ്ടപ്പെട്ട വേദനയിൽ കരഞ്ഞു നിലവിളിച്ചത് മസ്ജിദുൻ നബവിയില്. അതുകൊണ്ടാണ് അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ ഉടുമ്പ് സംസാരിച്ചത്. അതുകൊണ്ടാണ് അള്ളാന്റെ റസൂൽ കൈകൊണ്ടാംഗ്യം കാണിച്ചപ്പോൾ ചന്ദ്രൻ 2 പിളർപ്പായി പോയത്. അതുകൊണ്ടാണ് അള്ളാന്റെ റസൂൽ മാടി വിളിച്ചപ്പോൾ അസ്തമിച്ച സൂര്യൻ മടങ്ങി വന്നത്. അതുകൊണ്ടാണ് ഹബീബെന്ന് മാടി വിളിച്ചപ്പോൾ മരം അതിന്റെ നാരായ വേരുണ്ടത് ഇലാ ഹളറത്തി റസൂലില്ലാഹ് ജഅത് ലിദഅവതിഹി അസ്താറു സാജിദതൻ തംശി ഇലൈഹി അലാ സാഖിം ബിലാ ഖദമി ചല്ലു മൗലായ സല്ലി വസൽ. പ്രവാചക പ്രണയം കൊണ്ട് നിറഞ്ഞ മജ്ലിസാണിത്. ആവേശത്തോടെ ഒന്ന് ചെല്ലണേ. ജഅത്തിൽ ദഅവതിഹി അസ്ജാറു സാജിദതൻ തംശി ഇലൈഹി അലാ സാഖിം ബിലാ ഖദമി. അല്ലാഹുവിന്റെ റസൂൽ മാടി വിളിച്ചപ്പോൾ നാരായ വേരും പെയ്തിട്ട് കാറ്റിൽ കുണുങ്ങിയാടിയിട്ട് തലകുലുക്കിയില ഹളറത്ത് റസൂലില്ലാഹ്. ഹബീബിന്റെ മുമ്പിൽ വന്ന് മരം സലാം പറയുകയാണ്. അത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നൂറാണെന്ന് മരത്തിനും മനസ്സിലായി. ഇത് മനസ്സിലാകാത്തത് നമുക്ക് മാത്രമാണ് പ്രവാചകൻ നൂറാണെന്ന് തിരിയാത്തത്. ഉടുമ്പിന് മനസ്സിലായി. ഉടുമ്പിനോട് ഒരിക്കൽ നബി ചോദിക്കുന്നുണ്ട്, മൻ അന യാ ലിബ്ബു, ഞാൻ ആരാണ്? ഫഅജാബഹു ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ. സ്പഷ്ടമായ അറബി ഭാഷയിൽ ഉടുമ്പങ്ങ് സംസാരിച്ചു. ലബ്ബൈക വസഅദൈക യാ മൻ വഫൽ ഖിയാമ അൻത റസൂലുള്ളാഹ് ഖദ് അഫ്ലഹ മൻ സദഖക യാ റസൂലല്ലാഹ്. അങ്ങ് നബിയാണ്, അങ്ങേക്ക് സ്വാഗതം നബിയെ. ഉടുമ്പിന് മനസ്സിലായി ഈ വന്ന് പറയുന്ന മനുഷ്യൻ അത് നൂറുല്ലാഹി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ഹബീബിനോടുള്ള അടക്കവയ്യാത്ത പ്രണയം അത് ആണ്ടറുതിയിലെ ഒരു ആഘോഷപ്പകൽ മാത്രമല്ല, അത് സമയകാലങ്ങളുടെ ഓരോ സെക്കൻഡിലും ഹൃദയത്തിൽ നിറയേണ്ടതാണ്. വിയോഗത്തിന്റെ 14 നൂറ്റാണ്ടിന് ശേഷം അല്ലാഹുവിന്റെ റസൂലുമായി ബന്ധപ്പെട്ട എല്ലാ ഓർമ്മകളും ഒരു സത്യവിശ്വാസിക്ക് ഹൃദയഹാരിയാണ്. അത് കുളിരുള്ള അനുഭവമാണ്. അല്ലാഹു ഈ മജ്ലിസിന്റെ ഹക്ക് കൊണ്ട് നമ്മ മദീനയിൽ എത്തിക്കുമാറാകട്ടെ. നിലാവുള്ള രാത്രിയിൽ ഒരു ദിനം മസ്ജിദുൻ നബവിയുടെ പുറത്തിരുന്നിട്ട് തണുത്ത മാർബിളിൽ ഇരുന്നിട്ട് ലോകത്തെ സത്യവിശ്വാസികളുടെ ഹൃദയാന്തരങ്ങളിൽ സ്നേഹത്തിന്റെ ചഷകം നിറച്ച പച്ചമിനാരമില്ലേ, അതൊന്ന് കണ്ടോണ്ടിരിക്കാൻ കരുണക്കടലായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പറഞ്ഞു വെച്ചത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വെളിച്ചമാണ്. ഇതിന് ഉപോത്ബലകമായ ഒരു സംഭവം കൂടി ഉദ്ധരിക്കട്ടെ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയോട് പുണ്യനബി ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, ജിബ്രീലെ, എന്റെ പ്രായം എത്രയാണ്, നിങ്ങളുടെ പ്രായം എത്രയാണ്, നിങ്ങളുടെ വയസ്സ് എത്രയാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, എനിക്കറിയില്ല, എന്നാലും ഒരു ഏകദേശമൊക്കെ ഞാൻ പറയാം, കൃത്യമായിട്ട് എനിക്കറിയില്ല. ഏകദേശ കണക്ക് ഇങ്ങനെയാണ്. 3-ാം തിരശ്ശീലയിൽ ഒരു നക്ഷത്രം ഉദിക്കാറുണ്ട്. ആ നക്ഷത്രം ഇന്നുദിച്ചാൽ പിന്നെ കാണുക 70,000 കൊല്ലം കഴിഞ്ഞിട്ടാണ്. വീണ്ടും ആ നക്ഷത്രത്തെ കാണണമെങ്കിൽ വീണ്ടും 70,000 കൊല്ലം കഴിയണം. വീണ്ടും ആ നക്ഷത്രത്തെ കാണണമെങ്കിൽ വീണ്ടും 70,000 കൊല്ലം കഴിയണം. വീണ്ടും ആ നക്ഷത്രത്തെ കാണണമെങ്കിൽ വീണ്ടും 70,000 കൊല്ലം കഴിയണം. ഇങ്ങനെ ആ നക്ഷത്രത്തെ ഞാൻ എൻ്റെ ഈ ആയുഷ്കാലത്തിനിടയിൽ 72,000 തവണ കണ്ടു നബിയെ എന്ന് ഹളറത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം.
70,000 കൊല്ലങ്ങളുടെ ദൈർഘ്യമേറിയ ഇടവേളയിൽ 3-ാം തിരശ്ശീലയിൽ മിന്നിമറയുന്ന ഒരു ശുക്രനക്ഷത്രത്തെ ഞാൻ കാണാറുണ്ട് നബിയേ. പിന്നെ ഞാനതിനെ കാണണമെങ്കിൽ വീണ്ടും 70,000, അങ്ങനെ 72,000 തവണ കണ്ടു. അത്ര കാലമാണ് ഞാൻ അല്ലാഹു എന്നെ പടച്ചിട്ട് അത്ര കാലമായി. ഞാനതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല, സമയപരിധി കൊണ്ട്. നിങ്ങളൊന്ന് വീട്ടിൽ പോയിട്ടൊന്ന് പരിശോധിച്ച് നോക്കി എത്ര ഉണ്ടാവും, ഗുണിച്ചു നോക്കിയാൽ കിട്ടും. ഹബീബുനാ വസയ്യിദുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ മറുപടി പറയുകയാണ്, എന്റെ കൂട്ടുകാരാ ജിബ്രീൽ, നിങ്ങൾ കണ്ടില്ലേ ആ നക്ഷത്രത്തെ? അത് 3-ാം തിരശ്ശീലയിൽ അങ്ങ് കണ്ട ജ്വലനശേഷിയുള്ള ആ കാർത്തിക നക്ഷത്രമില്ലേ, അത് ഞാനാണ് ജിബ്രീൽ മുഹമ്മദ് മുസ്തഫ. എന്തൊരു വർത്തമാനമാണ്! ഖൽബ് കോരിത്തരിക്കണ്ടേ പ്രിയപ്പെട്ടവരെ? ജിബ്രീലിനെ പടയ്ക്കുന്നതിന് ഒരുപാട് മുമ്പ് പുണ്യനബിയുടെ നൂറ് പ്രപഞ്ചത്തിന്റെ വെളിച്ചമായി, ലോകത്തിന്റെ വെളിച്ചമായി, ദ ലൈറ്റ് ഓഫ് വേൾഡ് പുണ്യനബിയുണ്ട് എന്ന് ജിബ്രീലിനോട് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ ഞാൻ പറഞ്ഞത്, ഇത് മഹബ്ബത്തിന്റെ ബേസ് ആണ്. ഈ ബേസ് മനസ്സിലാക്കാതെ പുണ്യനബിയെ അവിടുത്തെ ഭൗതിക സവിശേഷതകൾ കൊണ്ട് മാത്രം വിലയിരുത്തപ്പെട്ടാൽ 2 പതിറ്റാണ്ട് കഴിഞ്ഞിട്ട് നമ്മുടെ തലമുറയോട് ആരാണ് നബി എന്ന് ചോദിച്ചാൽ ഗാന്ധിജിയെ പോലെ ചരിത്രത്തിലുള്ള ഒരു മനുഷ്യനാണെന്ന് നമ്മൾ കേൾക്കേണ്ടി വരും. നഊദു ബില്ലാഹ്, അല്ലാഹു കാക്കുമാറാകട്ടെ. ഇത് സഹാബത്തിന് ശരിക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയില്ലേ, കോഴിക്കോട് മുഹദാർ എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. മുഗീറത്തു ശുഅബ റളിയല്ലാഹു അൻഹുവിന്റെ ഓർമ്മയാണത്. മുഗീറ അദ്ദാർ, ദാർ എന്ന് പറഞ്ഞാൽ അറബിയിൽ വീട് എന്നർത്ഥം, ബൈത്ത്. അപ്പോൾ മുഗീറ താമസിച്ച വീട്. അതുകൊണ്ടാണ് കോഴിക്കോടിന്റെ പ്രാന്തപ്രദേശത്തുള്ള ആ പ്രദേശത്തിന് ഇപ്പോഴും മുഗദാർ എന്ന പേര് വന്നു. മുഗീറത്തു ശുഅബ റളിയല്ലാഹു അൻഹു വന്നിട്ടുണ്ട്. ആ മുഗീറ റളിയല്ലാഹു തആല അൻഹു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് കഴിഞ്ഞിട്ട് ഇന്ന് റൗളയിലെ ലോകത്തെ സകലമാന കോടി മനുഷ്യരുടെ ഹൃദയം നിറയുന്ന മദീന, ആ റൗളയിൽ പുണ്യനബിയുടെ ഖബർ ശരീഫിലേക്ക് അവിടുത്തെ ജനാസ വെച്ചപ്പോ സഹാബത്ത് അവസാനമായി നോക്കി നിൽക്കുകയാണ്. എനിക്ക് കാണാൻ പറ്റില്ലല്ലോ തങ്ങളുടെ മുന്നിൽ ജീവിച്ചു പോയ ഈ ചന്ദ്രശോഭയെ. അപ്പോഴാണ് മുഗീറക്കൊരു ബുദ്ധി തോന്നിയത്. അവിടെ നിന്ന് റിപ്പോർട്ട് പറയുന്നുണ്ട്, ഞാൻ എന്റെ മോതിരമൂരി. എന്നിട്ട് ആരും കാണാതെ പുണ്യനബി കിടക്കുന്ന ഖബറിലേക്ക്, ജനാസയുടെ അരികിലേക്ക് എന്റെ മോതിരം ഞാൻ ഇട്ടു. അതാരും കണ്ടില്ല. ഞാൻ അലിയാർ തങ്ങളോട് പറഞ്ഞു, മുത്തായ നബിയുടെ പൊന്നുമോളുടെ പ്രിയപ്പെട്ട മരുമകനല്ലേ അലി, അവിടത്തെയോട് പറഞ്ഞു, അലി എന്റെ മോതിരം താഴെ വീണുപോയി, പുണ്യനബിയുടെ ജനാസക്കരികിലാ, അതൊന്ന് എടുത്തോട്ടെ. ഞാനത് സമ്മതം കിട്ടിയപ്പോ ഓരോരുത്തരോരോ തിരക്കിലാണ്. പുണ്യനബിയെ മൂടപ്പെടാൻ പോവുകയാണ്. ഞാൻ ഖബറിലേക്ക് അങ്ങ് തലനാഴ്ത്തി ഇറങ്ങി. എന്റെ ഉദ്ദേശം എന്താ? ഹബീബിന്റെ ശറഫായ നൂറാനിയത്തിന്റെ തിരുശരീരവുമായി സ്പർശിച്ച് കിടക്കുന്ന, അതിന് ഭാഗ്യം ലഭിച്ച ഈ പ്രപഞ്ചത്തിലെ ആ വസ്ത്രമില്ലേ, വെളുത്ത കഫംപുട, ഞാൻ എന്റെ മോതിരം എടുക്കുന്നതിന് മുമ്പ് ഹബീബിന്റെ തിരുശരീരത്തിൽ ഒട്ടിച്ചേർന്ന് കിടക്കുന്ന കഫംപുടയിൽ ഞാൻ എന്റെ മുഖമമർത്തി.
പുന്നാര നബിയുടെ ശരീരത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന കഫംപുട എന്റെ മുഖത്ത് കൂട്ടിയാൽ മുഗീറയുടെ മുഖത്തിന് ഇനി നരകം ഹറാമാ, നരകം ഹറാമാ. ഞാനങ്ങനെ ചെയ്തു എന്ന് നമ്മളെക്കാൾ തൗഹീദ് പഠിച്ച, നമ്മളെക്കാൾ ശിർക്ക് പഠിച്ച, നമ്മളെക്കാൾ മുത്തുനബിയെ പ്രണയിച്ച ആ സഹാബിയെ രേഖപ്പെടുത്തുകയാണ്. അതെന്തുകൊണ്ടാണ്? ഇതൊരു സാധാരണ മനുഷ്യനായിരുന്നുവെങ്കില്, ഇതൊരു കേവല ചരിത്ര പുരുഷനായിരുന്നുവെങ്കില് എന്തിനാ പ്രിയപ്പെട്ടവരെ പുണ്യ നബിയോട് മഹബത്ത് കാണിക്കുന്നത്? സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഹബീബിന്റെ തിരുവിരലുകളിൽ പതിഞ്ഞു കിടന്നൊരു മോതിരമുണ്ട്. ഒരു യമനി ഖാത്തമായിരുന്നു അത് ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഖാതമുൻ മിൻ വറഖ എന്നും ഒരു പരാമർശമുണ്ട്. ആ മോതിരം ഹബീബദ തന്റെ വിയോഗത്തിനു മുമ്പ് ഹബീബിന്റെ പ്രിയപ്പെട്ട ഹബീബായ നിഴലില്ലാത്ത നബിയുടെ നിഴലായ അബൂബക്കർ തങ്ങൾക്ക് സമ്മാനിക്കുകയാണ്. അവിടത്തെ കയ്യിലത് 2 കൊല്ലവും 10 മാസവും കിടന്നു. യഥാ പിന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ രണ്ടാമത്തെ രാധികാരി, ചരിത്രത്തിന്റെ അഭിമാനമേ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് അവിടത്തെ കയ്യിലെത്തി. ആ കയ്യിലത് 10 കൊല്ലവും 2 മാസവും വിശ്രമിച്ചു. പ്രിയപ്പെട്ടവരെ, അവിടത്തെ വിയോഗത്തിന് മുമ്പ് ആ മോതിരമതാ ചരിത്രത്തിന്റെ തിരുശേഷിപ്പ് പോലെ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അവിടത്തെ കയ്യിലേക്ക് എത്തിച്ചേരുകയാണ്. ഓരോ സായാഹ്നങ്ങളിലും മസ്ജിദുൽ അരീസിൻ എന്ന കിണറിന്റെ സമീപം ചെന്നിട്ട് സായാഹ്നങ്ങളിൽ ഏകാന്തനായിരുന്നിട്ട് ഉസ്മാൻ തങ്ങൾ ഇങ്ങനെ അരിമയോടെ കയ്യിലിട്ട് കളിച്ചുകൊണ്ടിരിക്കും. ആ മോതിരത്തെ എന്തിനാണെന്നറിയോ? ആരുടെ കയ്യിലാണ് ഈ മോതിരം പതിഞ്ഞു കിടന്നത്? മുത്തായ നബിയുടെ തിരുവിരലുകളില്, പിന്നെ അബൂബക്കറിന്റെ, പിന്നെ ഉമറിന്റെ റളിയല്ലാഹു അൻഹുമാ. ആ മോതിരമല്ലേ തന്റെ കയ്യിലെന്ന ആ അനുഭൂതിയാൽ അതിങ്ങനെ കളിക്കാറുണ്ട്. അതേ, അതൊരു ഓർമ്മയാണ്, അതൊരു സൂചനയാണ്, അതൊരു അനുസ്മരണയാണ്, അതൊരു മഹബത്താണ്. അത് ശീതബന്ധമായ സ്നേഹബന്ധത്തിന്റെ, ഈടുറ്റ ബന്ധത്തിന്റെ മനോഹരമായ തെളിവാണ്. പക്ഷേ മുഅ്മിനേ, ഉസ്മാന്റെ കയ്യിൽ നിന്നതാ ആ മോതിരം അങ്ങ് കിണറ്റിൽ വീണുപോയി. ഉസ്മാൻ തങ്ങൾ അങ്ങ് നിലവിളിച്ചു. തന്റെ സകല ഫോഴ്സും കൊണ്ടുവന്നിട്ട് മദീനയുടെ ഖലീഫ പറഞ്ഞു, അരീസ് എന്ന കിണർ വറ്റിക്കണം. 3 ദിവസമാണ് പ്രിയപ്പെട്ടവരെ ആ വെള്ളം മുഴുവൻ വറ്റിച്ചു. എന്തിനാന്നറിയുമോ? അധികം വില പിടിപ്പില്ല ആ മോതിരത്തിന്. അതിനേക്കാൾ വലിയ മോതിരം വാങ്ങാൻ കഴിവുള്ള ആളാണ് ഖലീഫ ഉസ്മാന്. മദീനയുടെ താഴ്വരകളിൽ മേഞ്ഞു നടന്നത് ഈ ഉസ്മാന്റെ ഒട്ടക കൂട്ടങ്ങളാണ്. മദീനയുടെ ഹരിതാപ നിറച്ചു നിന്ന ഈന്തത്തോട്ടങ്ങൾ മുഴുവൻ ഈ ഉസ്മാന്റെയാണ്. മദീനയുടെ മരുഭൂമി പലതും ഈ ഉസ്മാന്റെയാണ്. പക്ഷെ ആ മോതിരമുണ്ടല്ലോ, അത് വല്ലാത്തൊരു മോതിരമാ. 3 ദിവസക്കാലം പരിധി കിട്ടിയിട്ടില്ല. ഉസ്മാൻ തങ്ങളുടെ വഫാത്ത് വരെ അവിടുന്ന് പലപ്പോഴും വിങ്ങിക്കരഞ്ഞിട്ട് പറഞ്ഞിരുന്നു അത്രേ, ഉസ്മാൻ എന്ത് നിർഭാഗ്യവാനാണ്. പ്രിയപ്പെട്ടവരെ, മുത്തുനബിയോടുള്ള ഈടുറ്റ ബന്ധത്തിന്റെ മങ്ങാത്ത അടയാളമാണത്. കഅബ ശരീഫിന്റെ മുകളിൽ ഒരു പാത്തിയുണ്ട്, മീസാബ് എന്ന സ്വർണ്ണപ്പാത്തി. അതിന്റെ താഴെ നിൽക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ഭരണകാലത്ത് അവിടെ ഒരു പാത്തിയുണ്ട്. പ്രിയപ്പെട്ടവരെ, അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ നിന്നൊരു പാത്തി അതിങ്ങോട്ട് ചെരിഞ്ഞു നിൽക്കുകയാണ്. അത് സയ്യിദുനാ ഉമർ അങ്ങ് മാറ്റി. തന്റെ ഭരണ സ്വാധീനം ഉപയോഗിച്ച് ആ പാത്തി അങ്ങ് മാറ്റി. അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖലീഫയുടെ മുന്നിൽ വന്ന് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ,
എന്താ നിങ്ങൾ ചെയ്തത്? ആ പാത്തി മാറ്റിയെന്നോ? എന്റെ വീടിന്റെ പാത്തി മാറ്റിയെന്നോ? ഉമർ തങ്ങൾ പറഞ്ഞു, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായ പാത്തി അത് ആരുടേതാണെങ്കിലും അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട വത്സലനാണ് അബ്ബാസ്, മാറ്റുമെന്ന് പറഞ്ഞപ്പോ അബ്ബാസ് തങ്ങൾ പറഞ്ഞു, ഉമറേ, ആ പാത്തിയുടെ ചരിത്രം അറിയുമോ നിങ്ങൾക്ക്? പുന്നാര നബിയുടെ തിരുകരങ്ങളാലാണ് ആ പാത്തി അവിടെ വെച്ചിട്ടുള്ളത് എന്റെ വീട്ടില്. നിങ്ങളത് മാറ്റിയെന്തോ? ഉമർ തങ്ങൾ അങ്ങ് പൊട്ടിക്കരഞ്ഞു. എന്താണ് ഈ കേൾക്കുന്നത്? ഹബീബിന്റെ തിരുകര സ്പർശമേറ്റിട്ട് പുന്നാര നബിയുടെ തിരുകരങ്ങളാൽ സ്ഥാപിതമായ പാത്തി ഉമർ മാറ്റിയെന്നോ? പറ്റില്ല, ഞാനിതാ ഇവിടെ നിൽക്കാം, നിങ്ങൾ എന്റെ ചുമലത്ത് കയറണേ, എന്നിട്ട് ആ പാത്തി ഒന്ന് വെക്കണേ. 12,000 ചതുരശ്ര മൈൽ പരന്നു കിടക്കുന്ന വിശാലമായ അറേബ്യൻ റിപ്പബ്ലിക്കിന്റെ കിരീടം വെക്കാത്ത ചക്രവർത്തി കിസ്റാപ്പനിക്കും കൈസറും ഇറക്കുന്നതാ, മിസ്റുൽ കേട്ടുടൽ ഞെട്ടുന്നതാ, അവരാണ് അമീറുൽ മുഅ്മിനീൻ ഉമറല്ലോ. ലോകത്തെ സകല രാജാക്കന്മാരുടെയും സിംഹാസനങ്ങളെ പിടിച്ചു കുലുക്കിയ ലോകത്തിന്റെ ചരിത്രത്തിന്റെ വസന്തത്തിന്റെ ഇടിമുഴക്കമേ ഉമർ ഫാറൂഖ് തന്റെ ചുമല് കാണിച്ചു കൊടുത്തു. അബ്ബാസ് തങ്ങൾ കയറി നിന്നു, പാത്തി പുനഃസ്ഥാപിച്ചു. എന്നിട്ട് പറഞ്ഞു, ഉമറിന്റെ ചുമലിൽ നിന്നോ പുന്നാര നബിയുടെ തിരുകരമേറ്റ വസ്തുവിനോട് ഞാൻ അനീതി ചെയ്തെന്നോ? മഹബ്ബത്താണത്, പ്രണയമാണത്, ഇഷ്കാണ് മുഅ്മിനേ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതിനോടുള്ള അടങ്ങാത്ത പ്രണയം സഹാബത്ത് ഹൃദയാന്തരങ്ങളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. വിയോഗത്തിന്റെ 14 നൂറ്റാണ്ട് കടന്നുപോയിട്ട് ലോകത്തിന്റെ അഷ്ടദിക്കുകളില്, മൊറോക്കയുടെ തെരുവീതികളില്, ലബനോന്റെ പുണ്യനബിയുടെ പ്രകീർത്തനത്തിന്റെ മജ്‌ലിസുകളില്, ഈജിപ്തിന്റെ പ്രവാചക പ്രണയത്തിന്റെ അനുരാഗമൊഴുകുന്ന മജ്‌ലിസുകളില്, ഇന്ത്യയുടെ വരണ്ട ഗ്രാമങ്ങളിലെ മങ്കൂസ് മൗലീദിന്റെ മജ്‌ലിസുകളില്, ദാ നമ്മൾ ഇവിടെയും പുണ്യനബിയുടെ പ്രകീർത്തനമാണ് നടത്തുന്നതെങ്കിൽ ലോകത്തൊരു നേതാവിനെ, ലോകത്തൊരു നായകനെ ഇത് ലഭിച്ചിട്ടുള്ളൂ. എന്തുകൊണ്ട്? പുണ്യനബി നൂറാണ്, പുണ്യനബി നൂറാണ്, പുണ്യനബി നൂറാണ്, പുണ്യനബി നൂറാണ്, പുണ്യനബി നൂറാണ്. നമ്മൾ പാടാറുണ്ടല്ലോ, അന്തതത്തു ബൈതൻ അന്ത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലസ്സുറുജി. എന്റെ ആത്മഗുരു ആ ബൈത്ത് മാറ്റിയാണ് പാടിയിട്ടുള്ളത്. നമ്മൾ അർത്ഥമക്കാർ ഇങ്ങനെയാണ്, ഇന്നാ ബൈതൻ അന്ത സാകിനുഹു, നബിയേ അങ്ങ് ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചാൽ, ഞങ്ങളുടെ വീട്ടിൽ അങ്ങ് താമസിച്ചാൽ, ലൈസ മുഹ്താജൻ ഇലസ്സുറുജി, അവിടെ വേറെ ഒരു വിളക്ക് വേണ്ട നബിയെ. വല്ല വീട്ടിൽ നബി താമസിച്ചാൽ അന്നാ വീട്ടിൽ വിളക്ക് വേണ്ട. പക്ഷേ അതിങ്ങനെയാണ് എന്റെ അഭിവന്യ ആത്മഗുരു പാടിയത്, ഇന്നാ ബൈത്തുൻ അന്ത സാകിനു, നബിയേ അങ്ങ് വീടാ, ഞങ്ങള് ഇന്നാ ബൈത്തുൻ, ഞങ്ങളാകുന്ന വീട്ടില് അങ്ങ് താമസിക്കുന്നു നബിയേ. നേരത്തെ പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ അങ്ങ് താമസിച്ചാൽ വേറൊരു വിളക്കിന് ആവശ്യമില്ല. ഇപ്പൊ പറയുന്നത് അങ്ങനെയല്ല, ഇന്നാ ബൈത്തുൻ, ഞങ്ങൾ വീടുകളാണ്, അങ്ങ് താമസിക്കുന്ന വീടുകളാണ് ഞങ്ങൾ. അത് പറയാൻ ചങ്കുറപ്പ് വേണം. ഞാൻ എങ്ങനെ പറയാൻ? നമ്മൾ എങ്ങനെ പറയും? നമ്മുടെ ഹൃദയത്തിൽ റസൂലുണ്ടോ?
നമ്മുടെ ഹൃദയത്തിൽ പ്രവാചകൻ തന്നെയാണോ വാസമുറപ്പിക്കുന്നത്? റസൂലും മിൻ അൻഫുസിക്കും, നിങ്ങളുടെ ആത്മാവിൽ നിന്നാണ് പ്രവാചകൻ. ഇതൊരു ലോജിക്കാണ്. പ്രിയപ്പെട്ടവരെ, പുണ്യനബിയുടെ നൂറിന്റെ ഒരു കണമെങ്കിലും ഹൃദയത്തിൽ ഇല്ലാത്തൊരു മുസ്ലിം ഉണ്ടാകില്ല. ചിലർക്ക് കൂടുതലുണ്ടാകും, ചിലർക്കൊരു പൊട്ടുണ്ടാവും. അത് ഊതി ഊതി കത്തിക്കണം നമ്മള്, അത് ജ്വലിപ്പിക്കുക തന്നെ വേണം നമ്മള്. അപ്പോഴങ്ങത് പ്രകാശിക്കും. അങ്ങ് താമസിക്കുന്ന വീടാണ് നബിയേ. വേറൊരു ബൈത്തിൽ നമ്മൾ ഇങ്ങനെ പാടാറുണ്ട്, മാലി സിവാ ഹുബ്ബി ലദൈക വസീലത്തുൽ ഫംനുൻ അലയ്യ ബിഫളി ജൂദിക സഅദി ചല്ലു യാ റബ്ബി സല്ലി. ഇതാണ് മഹബത്തിന്റെ അടയാളം. സലാത്ത് നമ്മൾ ചൊല്ലാറില്ല. പ്രവാചകൻ നമ്മുടെ ശ്രവണേന്ദ്രിയത്തിന്റെ സുഖം മാത്രമായി മാറിപ്പോയി. പ്രിയപ്പെട്ടവരെ, അതാണ് ഏറ്റവും വലിയ അപകടം. പ്രവാചകൻ ഹൃദയത്തിന്റെ ആനന്ദമാകുന്നില്ല, ആത്മാവിന്റെ വസന്തമായിട്ടില്ല, എന്റെയും നിങ്ങളുടെയും. അങ്ങനെയാണെങ്കിൽ ഉസ്മാൻ തങ്ങൾ മുത്തുനബിയുടെ പേര് കേട്ട വേളയിൽ അവിടുന്ന് പ്രകീർത്തനം നടത്തി. ഈ നോട്ടീസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, മുത്തുനബിയുടെ മഹബത്തല്ലാതെ മറ്റൊരു പ്രതിഫലം നിങ്ങളുടെ സംഭാവന പോലും ലക്ഷ്യമല്ല എന്ന് പറയുമ്പോൾ സലാത്ത് തന്നെയാണ് ഇവിടെയും ലക്ഷ്യം. പക്ഷെ നമ്മൾ ചെല്ലാറില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. മുത്തുനബി നമ്മുടെ ചെവിയുടെ സുഖം മാത്രമായി പോയി, മുത്തുനബി ആത്മാവിന്റെ സുഖമായിട്ടില്ല. നമ്മൾ പറയാം, മാലി സിവാ ഹുബ്ബി ലദൈക വസീല. അതെങ്ങനെ നമ്മൾ പറയും? മുഅ്മിനീങ്ങളെ, അങ്ങയോടുള്ള പ്രേമമല്ലാതെ എനിക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗമില്ല നബിയെന്ന് പറയാൻ നമുക്ക് എവിടെ നബിയോട് സ്നേഹം? അത് എഴുതിയ ആൾക്ക് അങ്ങനെ പറയാം. അത് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ തൂലികയിൽ നിന്ന് വാർന്നു വീണവരെയാണ്. ആ മഹാനുഭാവൻ അത് പറയാം, എന്റെ ഹൃദയത്തില് അങ്ങയോടുള്ള പ്രണയമല്ലാതെ മറ്റൊന്നില്ല നബിയേ എന്ന് പറയാൻ സൈനുദ്ദീൻ മഖ്ദൂമിന് കഴിയും. നമ്മളത് പിന്നെയും പാടുകയാണ്, മാലി സിവാ ഹുബ്ബി ലദൈക വസീല. എനിക്ക് രക്ഷപ്പെടാൻ അങ്ങയുടെ വസീലുണ്ട്, സ്നേഹത്തിന്റെ. എങ്ങനെ പറയും നമ്മള്? നമുക്ക് അങ്ങനെ ധൈര്യമുണ്ടോ? മുത്തുനബിയുടെ പ്രണയം ഹൃദയത്തിലുണ്ട് എന്നതുകൊണ്ട് രക്ഷപ്പെടാമെന്ന ആത്മധൈര്യം നമ്മുടെ ഹൃദയത്തിലുണ്ടോ? പ്രിയപ്പെട്ടവരെ, പിന്നെ ഒന്നുകൂടി ഞാൻ പറയുകയാണ്, ഇസ്ത്രീട്ട ഭാഷയില് നമ്മുടെ ചില സഹോദരങ്ങൾ പറയാറുണ്ട്, മുത്തുനബിയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ മുത്തുനബിയെ പിൻപറ്റലാണ്. അല്ല, ചിലർക്ക് അങ്ങനെയാ പറയുന്നത്. നബിയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഘോഷയാത്ര നടത്തലോ മൗലൂദ് ഓതലോ മജ്ലിസ് ഉണ്ടാക്കലോ ഭക്ഷണം കൊടുക്കലോ ഒന്നുമല്ല. അത് നബിയെ പിൻപറ്റലാണ്, നബി പറഞ്ഞത് കേൾക്കലാണ്. അത് അബദ്ധമാണ്, ശുദ്ധബദ്ധമാണ്. ഒരാളെ പിൻപറ്റണമെങ്കിൽ അയാളെ സ്നേഹിക്കണമെന്നൊന്നുമില്ല. ആ കസേരയിലിരിക്കുന്നവർക്കൊന്നും എഴുന്നേറ്റുന്നതാണ്. കസേരയിലിരിക്കുന്നവർ നിലത്തിരിക്കണമെന്നല്ലോ. ഇപ്പൊ നിങ്ങൾ കുറെ ആൾക്കാരെ എഴുന്നേറ്റുന്നു, അത് എന്നെ സ്നേഹിച്ചിട്ടൊന്നുമില്ലല്ലോ. ആണോ? നിങ്ങൾക്ക് വിശ്വാസം എന്നെ സ്നേഹിച്ചിട്ടല്ല. പണ്ടാറക്കാലം എഴുന്നേറ്റിരിക്കാൻ പറഞ്ഞില്ല. എങ്ങനെ ഇപ്പൊ എഴുന്നേറ്റിരിക്കാതിരിക്കും? ഇപ്പൊ എങ്ങനെ എഴുന്നേറ്റുന്നതാ? അപ്പോൾ ഒരാളെ പിൻപറ്റണമെന്നുണ്ടെങ്കിൽ അയാളുടെ സ്നേഹം വേണമെന്നൊന്നുമില്ല, പേടിച്ചിട്ട് പിൻപറ്റാം. ചിലപ്പോ തങ്ങളോടൊന്ന് നോക്കും, ഇരുന്നാ പ്രശ്നമല്ലേ, പേടിച്ചിട്ട് പിൻപറ്റാം. ഒരാളെ പിൻപറ്റണമെങ്കിൽ സ്നേഹിക്കണമെന്നില്ല, ഭയപ്പെട്ടാൽ. നമ്മള് ബൈക്കിൽ പോകുമ്പോ ചിലപ്പോ വണ്ടി പെട്ടെന്ന് നിർത്തുന്ന ചെറുപ്പക്കാരെന്താ നിർത്താൻ കാരണം? പോലീസ് അവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്, ഹൈവേ പോലീസ്. അപ്പൊ 100 രൂപ പോകുന്നുള്ള പേടി കൊണ്ടാണ് വണ്ടി എന്ന് പറയുന്നത്, ഹെൽമെറ്റ് ഇല്ലാത്തത്. അല്ലാതെ പോലീസുകാരോടുള്ള സ്നേഹം കൊണ്ടാ. അപ്പോൾ ഒരാളെ പിൻപറ്റാൻ സ്നേഹം വേണമെന്നില്ല. നബി പറഞ്ഞതുപോലെ ചെയ്യണമെങ്കിൽ നബിയെ സ്നേഹിച്ചോളണമെന്നില്ല. അങ്ങനെ നബിയെ പിൻപറ്റി ഒരുപാട് ആൾക്കാർ മദീനത്തുണ്ടായിരുന്നു, മുനാഫിക്കുകളെ കുറിച്ച് പറഞ്ഞു. പക്ഷെ പ്രണയം വേണമെങ്കിൽ അത് മറ്റൊന്ന് തന്നെയാണ്. പിൻപറ്റണം, അതിൽ ഒരു തർക്കമില്ല, പിൻപറ്റുക തന്നെ വേണം. പക്ഷേ സ്നേഹം മറ്റൊന്നാണ്. വാട്ട്സ് ദി ഡെഫിനിഷൻ ഓഫ് ലവ്? എന്താണ് സ്നേഹത്തിന്റെ നിർവചനം? എന്താണ് സ്നേഹത്തിന്റെ നിർവചനം? പിൻപറ്റൽ അല്ല, അത് വാക്കുകൾക്ക് അതീതമായ ഒന്നാണ്. അത് പുണ്യനബിയുടെ പേര് കേൾക്കുമ്പോൾ, ആ മണ്ണിനെ കുറിച്ച് ഓർക്കുമ്പോൾ, അവിടത്തെ ഓർമ്മകളുമായി ബന്ധപ്പെട്ട എല്ലാത്തിനോടും സഹാബത്ത് കാണിച്ചത് വികാരപരമായ ഒരടുപ്പമാണ്, ബന്ധമാണ്. അതാണ് ഉവൈസുൽ ഖറനിയുടെ പല്ല് പൊട്ടിക്കുന്നതിൽ നമ്മൾ കാണുന്നത്. ഞാൻ ചരിത്രം പറയുന്നില്ല, സമയം 2 മിനിറ്റ് കൂടി അവശേഷിക്കുന്നുള്ളൂ. ഉവൈസുൽ ഖറനി നബിയെ വല്ലാതെ പ്രണയിച്ച ആളാണ്.
അവിടുന്ന് പല്ല് പൊട്ടിച്ചു. എന്തിനാണ് പല്ല് പൊട്ടിച്ചത്? നബി നിസ്കരിക്കാൻ പറഞ്ഞ പോലെ നിസ്കരിച്ചാ പോലെ, എന്തിനാ പല്ല് പൊട്ടിച്ചത്? അതിനൊരു ഉത്തരേ ഉള്ളൂ, അത് പ്രണയമാണ്, ഇഷ്കാണ്, ഹുബ്ബാണ്. പ്രവാചകൻ ഒളു ചെയ്യുമ്പോൾ അവിടത്തെ ശിഷ്ടജലത്തിനു വേണ്ടി പാത്രവുമായി തർക്കം കൂടി സഹാബത്ത് കുട്ടികളെ പോലെ. ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസ്. എന്താണത്? പ്രണയമാണത്, മറ്റൊരു മറുപടിയില്ല. അതുകൊണ്ട് വികാരപരമായ ഒരു ബന്ധം പിൻപറ്റുന്ന കാര്യത്തിൽ ഒരു പോയിന്റ് പോലും തർക്കമില്ല കേട്ടോ. അത് അതുപോലെ തന്നെ ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പക്ഷെ നമുക്ക് പ്രവാചകൻ പറഞ്ഞതുപോലെ പൂർണ്ണമായി പിൻപറ്റാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടല്ലേ പ്രേമത്തിന്റെ അനുരാഗ പുഴയൊഴുക്കിയ ഇമാം ശറഫുദ്ദീൻ ബുസൂരി അവിടുന്ന് പാടിയത് ലലം തു സുന്നതമൻ അഹിയല്ലന അമൈല അനിസ്തഖത ഖദമാ ഖുല്ലറമിൻ വറമി ചല്ലു മൗലായ സല്ലി വസല്ലം ദായിമൻ അബദ. ഈ പ്രസംഗം തീർന്നു പോകുമ്പോ ഒരു ഹുബ്ബിന്റെ മധുരം ഹൃദയത്തിൽ നിറയട്ടെ. അതുകൊണ്ട് മനസ്സ് നിറഞ്ഞു പാടൂ. പുണ്യ മഹാനായ പുണ്യ നബിയെ വാഴ്ത്തിക്കറിഞ്ഞുകൊണ്ട് സ്നേഹഗായകന് ഇമാം ശറഫുദ്ദീൻ ബുസൂരി പറയുകയാണ്, അലം തു സുന്നതമൻ അഹ്യല്ലമഇല. ഞാൻ പുണ്യ നബിയുടെ സുന്നത്തിനോട് എതിർ ചെയ്തവനാണ്. പുണ്യ നബിയുടെ സുന്നത്തിനോട് എന്റെ ശരീരത്തെ ആക്രമിച്ച് എതിർ ചെയ്തവനാണ് ഞാൻ. പുണ്യ നബിയെ ഞാൻ ഒരുപാട് പ്രകീർത്തിക്കുന്നുണ്ട്, പക്ഷേ സുന്നത്ത് ഞാൻ ചെയ്തിട്ടില്ല. അനിസ്തഖത ഖദമാ. പുണ്യ നബിയുടെ രണ്ട് കാലുകള് ഹബീബിനോട് പരാതി പറയാൻ മാത്രം നിന്ന് നിസ്കരിച്ച മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മാത്രം പ്രത്യേകതയായ ദീർഘിച്ച സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചിട്ട് ആയിഷ ബീവി പോലും പരാതി പറയുന്നുണ്ട്, എന്താ നബി ചെയ്യുന്നത്? അപ്പോൾ നബി പറയുന്നുണ്ട്, ഞാൻ നന്ദിയുള്ള അടിമയാണ്ടേന്ന്. എന്നിട്ട് രണ്ട് കാലങ്ങ് വിങ്ങി വീർത്തു. സുബഹിയോടടുക്കുന്നത് വരെ പുന്നാര പ്രവാചകൻ കാല് വിങ്ങി വീർക്കുന്നത് വരെ നിസ്കരിച്ചപ്പോ അനിസ്തഖത ഖദമാ കാല് പറഞ്ഞു, നബിയേ താങ്ങാൻ പറ്റുന്നില്ല എന്ന്. കാല് പറയുവോളം സുന്നത്ത് ചെയ്ത പ്രവാചകനോട് ഇമാം ബുസൂരി എതിര് ചെയ്തിട്ടുണ്ട്. പ്രവാചകൻ പറഞ്ഞതൊന്നും പൂർണ്ണമായി ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ മഹബത്തിന്റെ വിഷയത്തില് പൂർണ്ണമായി എന്ന വാക്ക് പോലും പാടില്ല, പരമാവധി എന്ന വാക്കില്ല, സ്നേഹത്തിനൊരു പരിധിയില്ല. കഴിവിന്റെ പരമാവധി ഞാൻ സ്നേഹിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നേരത്തെ സ്വാഗതത്തിലും പറഞ്ഞില്ലേ, സയ്യിദന ഉമർ തങ്ങളോട് പുത്തുനബി പറഞ്ഞ വാക്ക്, അതിലൊരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. എനിക്ക് ഒരുപാട് സുന്നത്ത് നിസ്കരിക്കാൻ പറ്റിയില്ല നബിയെ എന്ന് വേണമെങ്കിൽ പറയാം അള്ളാഹിനോട്. എനിക്ക് നബിയെ കുറച്ച് സ്നേഹിക്കാൻ പറ്റുള്ളൂ എന്നുള്ള അഡ്ജസ്റ്റ്മെന്റ് പ്രണയത്തിന്റെ വിഷയത്തിലില്ല. കാരണം പ്രണയത്തിന് പരിധിയില്ല. അതുകൊണ്ട് ഹബീബിനോടുള്ള പ്രണയത്തിന്റെ അലമാലകൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന അനുരാഗബന്ധുരമായ ഒരു മനസ്സ് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. മക്കത്തു നീലാവേ മദീനത്താണവായ നൂറേ സ്വല്ലല്ലാഹു. ഒന്ന് മതി മറന്ന് ചെലാത്തിയിലേക്കാണ് ഓക്കെ. അമ്പിളി തിങ്കൾ നീലാവോ അമ്പരത്തിനാകെയൊളിവോ സല്ലല്ലാഹു. നല്ല പാട്ട് നന്നായി നമ്മുടെ നൗഷാദ് ഉസ്താദ് പാടും. എനിക്ക് പാടാനുള്ള ഒരു ശക്തി ഇല്ല, അതാണ്. പരിജാതത്തിന്റെ പൂവേ പാതിരാവിന്റെ നീലാവേ സല്ലല്ലാഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സംഗമം മുബാറക്കായ മജ്ലിസായി കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഹബീബായി നബിയോടുള്ള പ്രണയം അല്ലാഹു വാക്കുകൾക്കപ്പുറം മനസ്സിൽ നിറച്ചു തരുമാറാകട്ടെ. ഇതിനുവേണ്ടി സാഹചര്യം ഒരുക്കിയ അഭിവന്ദരായ സാദാത്യങ്ങളെ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ഇനി പ്രസംഗിക്കാനിരിക്കുന്ന നമ്മുടെ തലമുറയിലേക്ക് ഇസ്ലാമികമായ ആവേശവും ഈമാനികമായ കരുത്തും പകർന്നു വന്ന തന്റെ സ്വനപേടകത്തിന്റെ
സ്വതസിദ്ധമായ ശൈലി കൊണ്ട് മുസ്ലിം കൈരളിയുടെ അഭിമാനമായി മാറിയ തഖവി ഉസ്താദിന് അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. കേരളത്തിന്റെ എല്ലാ മൂലകളിലും പുണ്യനബിയോടുള്ള പ്രണയം ഹൃദയത്തിൽ നിറച്ചു കൊടുക്കാൻ ആ നാവിന് അല്ലാഹു കരുത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം ബിഹഖ് നബിയിനാ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആമീൻ യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.